ഉലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു വെറൈറ്റി ഐറ്റം വെച്ചിട്ടാട്ടോ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ടാണ്. ഇത് നമുക്ക് കാറിലൊക്കെ ഡെക്കറേഷനൊക്കെ വെഡിങ്ങിന് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്കിതിന് എന്താ വേണ്ടതെന്ന് നോക്കാം. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ ഈ ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് വാഷബിളാണ് കേട്ടോ. വാഷ് ചെയ്താലൊന്നും ഇത് കേടുവരില്ല. ഇത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കുകയും ചെയ്യും. അപ്പം നമ്മളിന്ന് ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഗ്രീൻ കളറ് ഇല കൊടുക്കാൻ വേണ്ടിയിട്ടും യെല്ലോ കളറ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഒരു കമ്പി എടുത്തിട്ടുണ്ട് തണ്ട് കൊടുക്കാൻ, ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട്, ഗ്ലൂ ഗണ്ണ് ഞാൻ കുത്തി വെച്ചിരിക്കുക കേട്ടോ, അതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. പിന്നെ കത്രിക എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം എതൾ കട്ട് ചെയ്യാം. ഇതും കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കിയാൽ നല്ല ഒരുപാട് ഈട് നിൽക്കും കേട്ടോ. നമുക്കിനി ഇത് വിൽക്കണമെങ്കിൽ വിൽക്കാം. ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിൽ വെക്കാനും ഒരുപാട് വർഷം ഇരിക്കാനൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം. ഇത് ഈ ക്രാഫ്റ്റിൻ്റെ ഐറ്റം വാങ്ങുന്ന ഷോപ്പിലാട്ടോ കിട്ടുക. ഫെൽറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ കിട്ടും. ഞാൻ ഒരു 2 ചെറുത് നടുക്കിൽ കൊടുക്കാനും പിന്നെ ഒരു മീഡിയം നടുക്കിൽ അതിൻ്റെ മുകളിൽ കൊടുക്കാനും പിന്നെ ഏറ്റവും അറ്റത്ത് കൊടുക്കാനും ഒരു വലുതും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇത് ഏറ്റവും മുകളിൽ കൊടുക്കാൻ വലിയ ഇതൾ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ 4 ഇതൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതെല്ലാം കട്ട് ചെയ്യാം. എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുക്കൽ കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഇതൾ ഷേപ്പിൽ കട്ട് ചെയ്യുക. ഇത് നമ്മൾ ആദ്യം ഫസ്റ്റ് കാണിച്ചെന്ന് അതേപോലെ തന്നെ കേട്ടോ. ഫ്ലവറിന് കട്ട് ചെയ്യും പോലെ തന്നെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് ഇവിടുന്ന് ചെരിച്ചിട്ട് കൊടുക്കുക. ഇതുകൊണ്ട് പല മോഡലും ഉണ്ടാക്കാം കേട്ടോ. പല മോഡലും പറഞ്ഞാൽ ആദ്യം റോസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ ഷേപ്പിൽ വേണം കട്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ ഒരു സൂര്യകാന്തി ഉണ്ടാക്കി വെക്കാം അടുത്ത വീഡിയോയിൽ. അങ്ങനെ ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമ്മൾക്കിത് ചെയ്യേണ്ടത്, ഇത് ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഒരു ചുളിവ് വരുത്തണം. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്നാക്കിയെടുക്കാം. എല്ലാം നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് തിരിച്ച് ഒരു ചുളിവ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഇതളും വലിയ ഇതളും എല്ലാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഞെട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഗ്രീൻ കളറായിട്ടുള്ള ഒരു ഇതൾ പോലുള്ള കട്ട് ചെയ്യുക. 2 ഇലയും കട്ട് ചെയ്തെടുക്കാം. അതിന് ഇനി ഞെട്ടിൽ കൊടുക്കാനാട്ടോ. ഇത് ഞെട്ടിലുണ്ടാവില്ലേ ഒരു പോള പോലെ, അതിന് ഇത്ര ചെറുത് മതി. അത് നമ്മളൊരു ഇല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഒരു 4 പീസ്, 4 5 പീസ് എടുക്കാം കേട്ടോ. നമുക്കിവിടെ 5 പീസ് എടുക്കാം. ശരിക്കും ഇലയ്ക്ക് ഷേപ്പിൽ കട്ട് ചെയ്യും പോലെ തന്നെ ഇങ്ങനെ അതും നമ്മളിങ്ങനെ തിരിച്ചിട്ട് ഒന്ന് വയ്ക്കുക. അതേപോലെ നമ്മൾ 5 ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 ഇതളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പൂവിൻ്റെ അടിയിൽ കൊടുക്കാനുള്ളതാണ്. 2 ഇല കട്ട് ചെയ്തെടുക്കുക. ഇതിന് ഇല കൊടുക്കാനായിട്ട് കമ്പിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വണ്ടികൾ പോകുന്നുണ്ട്, ഭയങ്കര സൗണ്ട്. കമ്പിയുടെ ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഇലയ്ക്കല്ല, ഈ ഒരു ഷീറ്റിന് നല്ല കട്ടിയാണ്. അത് കാരണം അത്ര പെട്ടെന്ന് നാശമായി പോകുന്നില്ല. ഇതിനെ നമ്മൾ ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് തിരിക്കുന്ന സമയത്ത് ശരിക്കും ഇലയ്ക്ക് ഒരു കട്ട് വരാറില്ലേ, അതേപോലെ വരും. ഇങ്ങനെ നമുക്ക് 2 3 ഇലയും കൂടി കട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ എല്ലാ ഇലയും നമ്മൾ കട്ട് ചെയ്തെടുക്കൽ കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ കമ്പിയിൽ എങ്ങനെ ഫ്ലവർ സെറ്റ് ചെയ്യാൻ നോക്കാം. കുറച്ച് ഗ്ലൂ ഗണ്ണ് തേച്ച് കൊടുക്കുക. ചെറുതായിട്ട് ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുക. നമുക്ക് ഏതിലൊക്കെ ഇതിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏതെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കൽ കഴിഞ്ഞു കേട്ടോ. അല്ല, ഒട്ടിക്കൽ കഴിഞ്ഞു, സോറി. ഇനി നമുക്ക് ഇതിൻ്റെ ഞെട്ടിയൊന്ന് പിടിപ്പിക്കാം. നല്ല ബലാട്ടോ, പക്ഷെ ഉണ്ടാക്കിയാൽ നല്ല ഈട് നിൽക്കും. അപ്പോൾ ഒരുപാട് വർഷം നിൽക്കും ചെയ്യും കേട്ടോ. ഇത് മറ്റേ പോലെ പെട്ടെന്ന് ഇങ്ങനെ നാശമായി പോകുന്നില്ല. പിന്നെ ഇപ്പോൾ കുറേ നമ്മൾ സൂക്ഷിക്കുന്നിടത്താണ്. ഇത് അങ്ങനെ നാശമായി പോകാനുള്ള വഴിയൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ കുറച്ചിങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ചുറ്റൽ കഴിഞ്ഞു കേട്ടോ, ഒട്ടിക്കൽ കഴിഞ്ഞു. ഇനി നമുക്കിത് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഗ്രീൻ ടാപ്പിൽ പിന്നെ കുറച്ച് പശയുള്ള കാരണം ഇത് കടക്കിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇലങ്ങനെ വെച്ച് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ കടക്കിൽ വെച്ചിട്ട് തണ്ട് കുറച്ച് നീളത്തിൽ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക, ചെറുതിൽ കൊടുക്കുക. ഞാൻ ഇപ്പോൾ എല്ലാം കൊടുത്തിരിക്കുന്നത് കുറച്ച് നീളം കുറച്ചിട്ടാണ്. അപ്പം ഞാൻ കടക്കിൽ തന്നെ 2 ഇല വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നീളം വരുമ്പോൾ നമുക്കിങ്ങനെ ഇറക്കി ഇറക്കി വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു ഒറിജിനൽ ഫ്ലവറാണെന്ന് നമുക്ക് തോന്നും. ഇതുകൊണ്ട് തന്നെ ഒരുപാട് ഈ ഫെൽറ്റ് ഷീറ്റ് കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എംബ്രോയ്ഡറി കൊടുക്കില്ലേ, ഈ കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ എംബ്രോയ്ഡറി കൊടുക്കുന്നതിനൊക്കെ ഈ ഷീറ്റാണ് ഉപയോഗിക്കുക. അപ്പോൾ അത്ര പെട്ടെന്ന് നാശമായി പോകുന്നില്ല കേട്ടോ. ഓരോ ഡിസൈൻ ഒരു ഈ ടോയൊക്കെ കൊടുക്കില്ലേ ഫ്രണ്ടിൽ, ഇങ്ങനെ അതേപോലെ കൊടുക്കുന്നു. കട്ട് ചെയ്തിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ട് കണ്ണും മുഖവും വരച്ചിട്ട് പിന്നെ ബാഗിൻ്റെ ഫ്രണ്ടിലൊക്കെ ഡിസൈൻ ചെയ്യാൻ അതൊക്കെ ഇതാണ് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നല്ല ഫ്ലവർ ഉണ്ട്, ഭംഗിയുണ്ട് കാണാൻ. ഈ ഒറിജിനൽ ഒരു ഫ്ലവറിൻ്റെ ഒരു ഫീലില്ലേ. നമ്മൾ ബാക്കി കളറിലൊക്കെ നമ്മളിത് കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഒരു പിങ്കിൽ കൊടുത്തിട്ടുണ്ട്, റെഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കമൻറ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കണം. ഒരു മജന്ത കളറിൽ ഇതൊക്കെ ശരിക്കും ഒരു ഒറിജിനൽ ആയിട്ടുള്ളൊരു ഫ്ലവറിൻ്റെ ഫീലുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ പെട്ടെന്നാണെങ്കിൽ നാശമായി പോവില്ല. നമുക്ക് പ്ലാസ്റ്റിക് എന്നൊക്കെ അറിയുമ്പോൾ ഒരു ഇതല്ലേ, ഇത് പ്ലാസ്റ്റിക്കിൽ പെടില്ല. ഒരു ഫെൽറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു ക്ലോത്തിൽ പെടുന്ന ഒരു ഇതാണ്. നല്ല ബലമുണ്ട്. അപ്പോൾ എല്ലാ കളറിലും ഉണ്ടാക്കി നോക്കിയാലും നല്ല ഭംഗിയുണ്ടാവും. ഞാൻ എൻ്റെ അടുത്തുള്ള കളറിലൊക്കെ ഉണ്ടാക്കി. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടോ, ഞാനിതിൽ വെറുതെ കുറച്ച് ഒരു പുതിയ ചൂലിൻ്റെ കുറച്ചൊരു ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ കേട്ടോ. ഇപ്പോൾ കുറച്ച് ഇല കൂടുതൽ കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഈ ഷീറ്റ് ക്രാഫ്റ്റിൻ്റെ ഐറ്റം വാങ്ങുന്നിടത്ത് വാങ്ങിക്കാൻ കിട്ടും.
ഇതുകൊണ്ട് പല ഐറ്റം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അത് ഐഡിയക്ക് അനുസരിച്ചിട്ട് ഞാൻ ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറേ ഫ്ലവറുകൾ ഉണ്ടാക്കാനുണ്ടല്ലോ നമ്മളപ്പം അങ്ങ് വെവ്വേറെ ഓരോ മോഡലുകളായിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഫെൽറ്റ് ഷീറ്റിന് അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഷീറ്റ് ഞാനൊരു ബണ്ടലായിട്ട് വാങ്ങുക ഇത്. എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓൺലൈനിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.